dear students, welcome back to Bosco Campus Vision. I am Grishma TJ, faculty member of PG Department of Commerce, Don Bosco College, Kottayam. Today, I am here with the paper Customs Duty and Overview, which is a core paper for Semester 5 BCom Commerce Tax Procedure and Practices students under Kerala University. This is the 25th lecture of the series. In this lecture, we are discussing about reasons for restrictions in international trade. Look at the reasons. To protect the infant industries against being outcompeted by well-established competitors, those are already producing on large scale and at low cost. Well-established ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് അവർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നവരും ലോ കോസ്റ്റിൽ സെയിൽ ചെയ്യുന്നതുമായിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും നമ്മുടെ കൺട്രിയിലെ ഇൻഫൻറ്റ് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ ട്രേഡിൽ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുന്നത്. നെക്സ്റ്റ് വൺ, ടു ഇംപ്രൂവ് ടേംസ് ഓഫ് ട്രേഡ്. If a country is facing a deficit in the balance of payment account, then it is logically to limit the high importation and import only essentials. Terms of ട്രേഡിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയും ഇൻ്റർനാഷണൽ ട്രേഡിൽ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താം. ഇപ്പോൾ ഒരു കൺട്രി ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡെഫിസിറ്റ് ഫേസ് ചെയ്യുകയാണ് എങ്കിൽ അവരുടെ ഹൈ ഇമ്പോർട്ടേഷനെ നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് ചെയ്യുകയും ആവശ്യമുള്ള എസെൻഷ്യൽ ഐറ്റംസിനെ മാത്രം ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് റീസൺ, ടു ഡിസ്കറേജ് ഡംപിങ്, വിച്ച് ഈസ് ദ സെല്ലിംഗ് ഓഫ് ഗുഡ്സ് എബ്രോഡ് അറ്റ് എ ലോവർ പ്രൈസ് ദാൻ ഇൻ ദ ഹോം മാർക്കറ്റ്. ഹോം മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ മറ്റുള്ള കൺട്രിയിലേക്ക് സെല്ല് ചെയ്യുന്നതിനെയാണ് ഡംപിങ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ലെക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡംപിങ്ങിനെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ്, അങ്ങനെ ഡംപ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ഇൻ്റർനാഷണൽ ട്രേഡിൽ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തും. നെക്സ്റ്റ് റീസൺ, ടു ഇംപ്രൂവ് ദ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സിൻസ് ദ ഇൻഡസ്ട്രീസ് ഓഫർ മോർ ജോബ്സ് ദാൻ അഗ്രികൾച്ചർ ക്യാൻ ഒമൈറ്റ്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ ഇംപ്രൂവ് ചെയ്യുകയും അതുവഴി ഇൻഡസ്ട്രീസിന് ഒരുപാട് ജോബ്സ് ഓഫർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു വെപ്പണാണ്. ഡ്രഗ്സ് പോലെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഗുഡ്സിൻ്റെ കൺസംഷനെ ഡിസ്കറേജ് ചെയ്യുന്ന ഒന്നാണ് ഇത്. നെക്സ്റ്റ് റീസൺ ഈസ് ടു ഫോസ്റ്റർ ക്ലോസർ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ടൈസ്. എ കൺട്രി മേ ഇമ്പോസ് tariffs on imports in order to give preferential rates to countries with which it shares some political interest. Example, East African Community. പൊളിറ്റിക്കലായിട്ടുള്ളതും എക്കണോമിക്കലായിട്ടുള്ളതുമായ ബന്ധങ്ങൾ വളർത്താൻ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ കൺട്രീനെ ഇതുപോലെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള കൺട്രീസുമായിട്ട് ട്രേഡ് നടത്തുകയും ഒരു പ്രിഫറൻഷ്യൽ റേറ്റിലായിരിക്കും നമ്മളവിടെ താരിഫ്സ് ഇമ്പോസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ടു റേസ് റവന്യൂ ഫോർ ദി എക്കണോമി. ദിസ് ഈസ് മെയിൻലി വെൻ ടാക്സസ് ആർ എ മേജർ വെപ്പൺ ഓഫ് പൊട്ടൻഷ്യൽ പേയ്മെൻറ്റ്. ടാക്സ് ആണ് ഗവൺമെൻറ്റിൻ്റെ മേജർ റവന്യൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ റെസ്ട്രിക്ഷൻസിൽ ഹൈ ടാക്സ് ഈടാക്കുകയും അതുവഴി നമുക്ക് റവന്യൂ റേസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. Then the another reason is to correct a temporary balance of payment equilibrium. Taxes will have an effect on raising import prices, hence reducing the demand and foreign exchange expenditure on manufactured goods. Balance of paymentൻ്റെ ഒരു ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോകണം. ടാക്സ് കൂട്ടുകയാണ് എങ്കിൽ ഇമ്പോർട്ട് പ്രൈസ് കൂടുകയും അതുവഴി ഡിമാൻഡ് കുറയുകയും ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പെൻഡിച്ചർ ഓൺ മാനുഫാക്ചേർഡ് ഗുഡ്സിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ദ ലാസ്റ്റ് റീസൺ ഈസ് ടു അക്വയർ സെൽഫ് സഫിഷ്യൻസി. നമ്മുടെ കൺട്രിക്ക് സ്വയം പര്യാപ്തത കൊണ്ടുവരാൻ വേണ്ടി കൂടിയാണ് റെസ്ട്രിക്ഷൻസ് ഇൻ്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുത്തുന്നത്. ദീസ് ആർ ദ റെസ്ട്രിക്ഷൻസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. Okay, my dear students, this is all for today's session. Do homework
and send me back through WhatsApp. Thank you for listening.